മക്കളെ, അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഓണം എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ടൈം ടേബിൾ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണുക, മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാം. ഇപ്പം ഇതുവരെ നമ്മുടെ ഓണം എക്സാമിന് പഠിച്ചു തുടങ്ങാത്ത മക്കളുണ്ടെങ്കിൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ ഈ ഒരു എക്സാമിനർ ചാനലിൽ ഉണ്ടായിരിക്കും. അത് ലൈവ് ക്ലാസ്സസ് ആയിക്കഴിഞ്ഞാലും വീഡിയോസ് ആയിക്കഴിഞ്ഞാലും ഇതെല്ലാം കൃത്യസമയത്ത് മക്കൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, വേഗം പോയിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, ഫുൾ കോൺഫിഡൻസോടെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓണം എക്സാം ഏതൊക്കെ ദിവസങ്ങളിലാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ 4ാം ക്ലാസ്സിന്റെ ഓണം എക്സാമിന്റെ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 20-ാം തീയതി നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു, 26-ാം തീയതി വരെയാണ് നമ്മുടെ എക്സാം ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 20-ാം തീയതി വെനസ്ഡേ രാവിലെ 10 മണി മുതൽ 12:15 വരെയാണ് നിങ്ങൾക്ക് എല്ലാ എക്സാംസും ഉണ്ടായിരിക്കുക. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാ എക്സാം ഉള്ളത്, രാവിലെയാണ് മക്കൾക്ക് എക്സാം ഉള്ളത്. അപ്പോൾ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അടിപൊളിയായിട്ട് എക്സാമുകളിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ 20-ാം തീയതി വെനസ്ഡേ നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് മലയാളം എക്സാം ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആയിരിക്കും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് 21-ാം തീയതി തേഴ്സ്ഡേ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ എക്സാം ആയിരിക്കും ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് 22-ാം തീയതി ഫ്രൈഡേ മാത്സിന്റെ എക്സാം ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ നമുക്ക് ഇതിന്റെ ഇടയിൽ സ്റ്റഡി ലീവും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഗ്യാപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ മാത്സ് സബ്ജക്റ്റ് ഒക്കെ വരുന്നുണ്ട്. മാത്സ് പഠിക്കാനൊന്നും നമുക്ക് സ്റ്റഡി ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം നടക്കുന്ന ലൈവ് ക്ലാസ്സസും വീഡിയോസും ഒക്കെ കൃത്യമായിട്ട് കണ്ട് ഇപ്പം മുതൽ തന്നെ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ എല്ലാവരും പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 25-ാം തീയതി അതായത് ഫ്രൈഡേ കഴിഞ്ഞ് സാറ്റർഡേയും സൺഡേയും നമുക്ക് സാധാരണ ലീവ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സാറ്റർഡേയും സൺഡേ എക്സാം ഇല്ല. അത് കഴിഞ്ഞ് വരുന്ന നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ ചൂസ് ചെയ്തിട്ടുള്ളത്, അറബിക് ആണെങ്കിൽ അറബിക്, അല്ലെങ്കിൽ സംസ്കൃതമാണെങ്കിൽ അതിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് 26-ാം തീയതി നമ്മുടെ ലാസ്റ്റ് എക്സാം ആണ് നമ്മുടെ EVS. അപ്പോൾ നമ്മൾ EVS എങ്ങനെ പഠിക്കും? നമ്മുടെ സാറ്റർഡേയും സൺഡേ നമുക്ക് ഓൾറെഡി ലീവ് ഉണ്ട്. ആ ഒരു സമയം നമ്മൾ EVS അടിപൊളിയായിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം എൻ്റെ മക്കൾ എല്ലാവരും മാത്സും ഇംഗ്ലീഷും മലയാളത്തിനും വേണ്ടിയിട്ട് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. കാരണം ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ മിസ് ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ലൈവ് ക്ലാസ്സും വീഡിയോസൊക്കെ മക്കൾ കാണാം. ഇനി ഈ ഒരു ടൈം ടേബിളിൻ്റെ കാര്യം അറിയാത്ത കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അവരിലോട്ടൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുൾ കോൺഫിഡൻസോടെ ഇരിക്കുക. അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്.